ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഉഴുന്നുപാൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എല്ലുകൾക്കൊക്കെ ബലം കിട്ടാൻ വേണ്ടി കുട്ടികൾക്കും മുതിർന്നവർക്കും ആഴ്ചയിൽ 2 ദിവസം ഈ ഉഴുന്നുപാൽ കഴിക്കാവുന്നതാണ്. ഉഴുന്നുപാൽ തയ്യാറാക്കാൻ വേണ്ടി 1/2 ഗ്ലാസ് ഉഴുന്ന് നമുക്ക് 2 മണിക്കൂർ കുതിർത്ത് വയ്ക്കാം. ഉഴുന്നിനി കുക്കറിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. വേവിച്ച് വെച്ച ഉഴുന്ന് നമ്മൾ മിക്സി ജാറിൽ അരച്ചെടുക്കണം. ഈ അരച്ച് വെച്ച ഉഴുന്നും വേവിച്ച വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് പാലുണ്ടാക്കാം. ഉഴുന്നുപാൽ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കണം. ഇതിനു വേണ്ടി ഞാൻ 2 സ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ ശർക്കര നമുക്ക് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് അതിൽ കുറുക്കിയെടുക്കണം. ശർക്കര നന്നായി അരിഞ്ഞതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. അടുത്തതായി ശർക്കര പാനീയത്തിലേക്ക് നമ്മൾ ഉഴുന്നുപാൽ ചേർത്ത് കൊടുക്കണം. കുറേശ്ശെയായിട്ട് ഉഴുന്നുപാൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് ഇഞ്ചിയും ഏലക്കായും ചതച്ചെടുക്കണം. ഇത് നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നന്നായി തിളപ്പിച്ചെടുത്ത് അതിൻ്റെ സത്തൊക്കെ കിട്ടുന്നവരെ തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം നമുക്ക് 1/2 ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം. ഇത് ഉഴുന്നുപാൽ തയ്യാറായി കിട്ടും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലിനൊക്കെ നല്ല ശക്തി കിട്ടാൻ വേണ്ടി ആഴ്ചയിൽ 2-3 ദിവസം ഉഴുന്നുപാൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളും ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ.